ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽസിലെ പാർട്ട് 6 ഏതായാലും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത് തീരും തോന്നുന്നില്ല. കുറച്ചും കൂടി ഒരു സമയം എനിക്ക് വേണം ഈ പാഠം തീർക്കാൻ. നോക്കാം, നമുക്ക് ഏതായാലും എന്താണ് നമ്മൾ ഫൈറ്റിൽ വിട്ടു കൊടുക്കരുത്. ഫൈറ്റിൽ നിങ്ങൾ എന്താണ് സ്റ്റേ ഹാർഡ്. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ എക്സ്, സൈൻ 2x, സൈൻ 3x dx ഇതുപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. കോസ് 2x, കോസ് 4x, കോസ് 6x. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നമ്മൾ കുറേ ഫോർമുലയല്ലോ നമ്മൾക്ക് അധികം നമ്മൾ കണ്ട് പരിചയമില്ലാത്ത കുറച്ച് ഫോർമുലാസ്, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ അധികം റിവൈസ് ചെയ്ത കുറച്ച് ഫോർമുലാസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഇത് നോക്കാം, ഇവിടെ എന്തെങ്കിലും എന്താണ് കുറുക്ക് വഴി ഇല്ലാണ്ട് നിൽക്കില്ല നമുക്ക് ഏതായാലും. അപ്പോൾ ഇതാ ദ ഫോർമുല 2 സൈൻ എ സൈൻ ബി ഇക്വൽ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഒരു വല്ലാതെ ഈ ഫോർമുലയാണ്. ഇതൊക്കെ എന്താണ് ട്രിഗ്നോമെട്രിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ഒക്കെ അരിച്ചു വെക്കുന്നവർക്ക് ഈ ഫോർമുല എല്ലാം കിട്ടും. ഇനി എന്തായാലും ഇതിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് അതിൽ നോക്കാം. ഇതാ ഒരു കാര്യം ചെയ്യുക, സൈൻ 2x 2 സൈൻ 3x സൈൻ എക്സ്. ഇതെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ സൈൻ 2x എന്ത് ചെയ്ത് പുറത്തേക്ക് അല്ല അതിനാ തൽക്കാലത്തേക്ക് ആടെ വെച്ച് എന്നിട്ട് എന്ത് ചെയ്ത് ഈ രണ്ട് ടേംസ് സൈൻ എക്സ് സൈൻ 3x നമുക്ക് ഈ ഫോർമാറ്റിൽ കിട്ടണ്ടെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ, ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അല്ല അന്നേരം എന്താ ഇത് 1/2. ആ 1/2 ആണ് ഇവിടെ കാണുന്നത് 1/2 എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ 2 ഇൻറ്റു സൈൻ 3x സൈൻ എക്സ്. ചിലപ്പോൾ ഇവർ ഇതിങ്ങനെ ഈ ഒരു പെയർ സെലക്ട് ചെയ്തിട്ട്, അതായത് ഇവർക്ക് സൈൻ എക്സ് സൈൻ 2x ഒരു പെയറായിട്ട് എടുക്കുമായിരുന്നു. പക്ഷേ ചിലപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും എന്താ നമ്മളെ പണി എളുപ്പമാക്കി തരുന്നില്ലോണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. സൈൻ 3x സൈൻ 2x പിന്നെ ഒരു 2 ഉണ്ട് dx. ഇനി നമ്മൾ ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുക 2 സൈൻ എ സൈൻ ബി. അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് എന്ത് ഫോർമുല അപ്ലൈ ചെയ്യാം? കോസ് ഓഫ് എ മൈനസ് ബി, അതായത് ഈ 3x എന്ന് പറയുന്നത് എ പിന്നെ എക്സ് എന്ന് പറയുന്നത് ബി. അപ്പോൾ എന്താ എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഈ പറയുന്നത് എന്താ, ഇതെന്തായി മാറി കോസ് ഓഫ് എന്താണ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 3x മൈനസ് എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് കോസ് ഓഫ് എന്താ എ പ്ലസ് ബി 3x പ്ലസ് എക്സ് 3 ചക്ക പ്ലസ് 1 ചക്ക 4 ചക്ക. പിന്നെ എന്തുണ്ട്, ഇത് ഇങ്ങനെ ബ്രാക്കറ്റിലുണ്ട്. പിന്നെ പുറത്ത് എന്തുണ്ട്, പുറത്ത് എന്നല്ല നമ്മൾ എന്താണ് ഒന്നും ചെയ്യാതെ വെച്ച് നമ്മൾ എന്താണ് തൊടാതെ വെച്ച് ഒരു സൈൻ 2x അവിടെ തന്നെ ഉണ്ട്. പിന്നെ dx. ഇനി നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ എന്താണ് ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, ഇവർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ സൈൻ 2x ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട്, കാരണം ഇതിപ്പോൾ എന്താണ് -1 ആണ് എന്താ പറയുക സെപ്പറേറ്റ് ആയത്. അപ്പോൾ ഇതിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പിന്നെ ഇതിലും ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ സൈൻ 2x കോസ് 2x ഇതാ സൈൻ 2x കോസ് 2x. ഈ 2നെ പറ്റി ഇപ്പോൾ ആലോചിക്കില്ല, ഞാൻ പറഞ്ഞുതരാം ഈ 2 എന്താണെന്നുള്ളത്. ഇപ്പോൾ സൈൻ 2x കോസ് 2x മൈനസ് ഇപ്പോൾ സൈൻ 2x ഇൻറ്റു എന്താണ് സൈൻ 2x കോസ് 4x. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത് കോമൺ ആയിട്ട്, അതായത് സ്റ്റെപ്പ് ഇവർ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇറങ്ങാറാവുന്നുണ്ട്. ഇപ്പോൾ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ എന്താണ് സൈൻ 2x കോസ് 2x മൈനസ് സൈൻ 2x കോസ് 4x പിന്നെ ഒരു dx പുറത്ത്. ഇവരെന്ത് ചെയ്ത് ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതേ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ എന്താ ഈ ഒരു 1/2 പുറത്തേക്ക് ചാടി എന്നിട്ട് ഇവിടെ ഒരു 1/2 ഉണ്ട്. അതേപോലെ 1/2 ഇൻറ്റു 1/2 ഇതിൽ 1/4. ആ 1/4 നിങ്ങളിവിടെ ഈ കാണുന്ന 1/4. എന്നിട്ട് എന്താ ഇത് 2നെ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇവിടെ ഇതാണ് ഇത് ദിസ് 2 ടേംസ് ആർ സെപ്പറേറ്റഡ് ബൈ എന്താണ് നെഗറ്റീവ് സൈൻ. അപ്പോൾ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്താണ് 2 സൈൻ 2x കോസ് എക്സ് മൈനസ് ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് 2 സൈൻ 2x കോസ് 4x. ഇനി എന്താ ഫോർമുലയുടെ അപ്ലൈ ചെയ്യുക? ഇതെല്ലാം നിങ്ങൾ വെറൈറ്റി ആയിട്ട് പുതിയ എന്താ പറയുക ഫോർമുലാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ 2 സൈൻ എ കോസ് ബി ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി. അതേ ഫോർമുല 2 സൈൻ എ, അതായത് എയുടെ സ്ഥാനത്ത് 2x ബിയുടെ സ്ഥാനത്ത് 2x. അപ്പോൾ എന്താ ഇത് നമുക്ക് എന്തായിട്ട് എഴുതാം? സൈൻ ഓഫ് എ പ്ലസ് ബി എന്താണ് പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി. അപ്പോൾ മാറ്റി എഴുതുന്ന സമയത്ത് ഇത് ഇപ്പോൾ 1/4 ആയി. ഇത് 1/2 ഇവിടെ ഉണ്ടായിരുന്നു, അത് എന്താണ് ഇവിടുത്തെ ഒരു ഇല്ലൊരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ 1/4 ആയി. അപ്പോൾ ഇത് 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ടേം എന്തായി മാറി സൈൻ ഓഫ് എ പ്ലസ് ബി. അതായത് സൈന് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 2x പ്ലസ് 2x 4x മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി 2x മൈനസ് 2x എത്രയാണ്? അവിടെ 2 ചക്കയിൽ നിന്ന് 2 ചക്ക അറച്ച് കഴിഞ്ഞാൽ പിന്നെ 1 ചക്ക ഉണ്ടല്ലോ, 0 ചക്ക. അപ്പോൾ എന്താ സൈൻ ഓഫ് 0x അല്ലെങ്കിൽ 0 ഒബ്വിയസ്ലി. ഇതെന്തായാലും ഈ ടേം സൈൻ 0 എന്നല്ല എന്തായാലും 0 ആയിപ്പോൾ, അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ പിന്നെ മൈനസ് ഉണ്ട്, കാരണം ഈ മൈനസ് അത് ആ മൈനസ് ഇവിടെ എന്തായാലും ഇത് ഇവിടെ 2 കോസ് 4x സൈൻ 2x അല്ലേ. അപ്പോൾ നമ്മൾ വേറൊരു ഫോർമുല പഠിക്കുന്നുണ്ട് 2 കോസ് എ സൈൻ ബി. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് 4ഉം ബിൻ്റെ സ്ഥാനത്ത് എന്താണ് 2. നിങ്ങളപ്പം വിചാരിക്കൂ ഇതെന്താണ് ഈ 2x എന്നുള്ളത് എ ആയിട്ടും 4x എന്നുള്ള ബി ആയിട്ട് എടുത്തിട്ട്. അപ്പോൾ എന്ത് പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ ഈ എ മൈനസ് ബി, അതായത് ഇപ്പോൾ 2x മൈനസ് 4x അപ്പോൾ നെഗറ്റീവ് വരും. നമ്മൾ
നെഗറ്റീവ് വെച്ചിട്ട് അധികം കളിക്കാത്തത് നല്ലത്. പരമാവധി നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ വെക്കാൻ നോക്കുക. ലൈഫ് നമ്മൾ പരമാവധി എന്താണ് നെഗറ്റീവ് എപ്പോഴും ഒഴിവാക്കാൻ പറ്റുമോ അതിൽ ശ്രമിക്കുക. നമ്മൾ പോസിറ്റിവിറ്റിയിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അതുകൊണ്ടാണ് ഇതിനെ എ ആയിട്ടും ഇതിനെ ബി ആയിട്ട്, കാരണം ഇവിടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാർജ് ആംഗിളിന് എ ആയിട്ടും സ്മോൾ ആംഗിളിന് ബി ആയിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ 2 cos A സൈൻ ബിന് പകരം സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി. ഇവിടെ സെയിം ഫോർമുല തന്നെ, ഇതേ ഫോർമുല തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതാകെ എന്ന് പറയേണ്ടത് ഇവിടെ ആകെ വ്യത്യാസം വന്നതെന്ന് പറയുന്നത് സൈൻ എ കോസ് ബി എന്നുള്ളത് ഇവിടെ ഒരു കോസ് എ സൈൻ ബി, അത്രയും ഇല്ല, വേറെ ഒന്നും സംഭവിച്ചില്ല. ഇക്വേഷൻ നമ്മൾ ആർച്ച് സെയിം തന്നെയാണ്. അപ്പോൾ എന്താ 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ ഇതിപ്പോൾ സൈൻ 4x പിന്നെ മൈനസ് സൈൻ 0 ഇതെന്തായാലും 0 ആയിപ്പോയി. ഇത് സൈൻ ഇത് പിന്നെ മൈനസ് ഇതിപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി അല്ലേ, ഇതാ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 4x + 2x 4 ചക്ക പ്ലസ് 2 ചക്ക 6 ചക്ക പ്ലസ് അല്ല അല്ലേ ആക്ച്വലി ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ പ്ലസ് പിന്നെ ഇവിടെ മൈനസ് അല്ലേ കഴിഞ്ഞാൽ തോന്നുന്നത്. അതായത് ഇവിടെ ചെറുതായിട്ട് ഇവരുടെ ഫോർമുല മാറിപ്പോയെന്നു, ഇവിടെ മൈനസും ഇവിടെ പ്ലസ് ആണെന്ന് തോന്നുന്നു. അന്നേരം ഇതെന്തായാലും പ്ലസ് വരും, പിന്നെ ഇവിടെ ഇല്ല സാധനം ഇത് മൈനസ് എവിടെ പോയത്, ഇതിങ്ങനെ പ്ലസ് ആണെന്നൊന്നും വരേണ്ടത് അല്ല, സോറി മൈനസ് തന്നെ. കാരണം എന്താ ഈ മൈനസ് ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇത് മൈനസ് 2x ആവും, പിന്നെ ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2x. ഓക്കെ ശരി ഇവരുടെ ഫോർമുല മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്താണ്, ഇത് നമ്മൾ പ്ലസ് അല്ലേ എൻ്റെ അടുത്തത്, അല്ല ഇത് എടുപ്പ് ഒരു മിനിറ്റ്. ഓക്കെ ഇത് പ്ലസ് തന്നെയാണ്, ഇത് മൈനസ് തന്നെയാണ്. ഞാൻ വെറുതെ അതിന് ഫോർമുല മാറ്റാൻ, ഇത് ഫോർമുല ശരി തന്നെ. ഓക്കെ ഞാൻ വിചാരിച്ച ഫോർമുല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോളൂ, ശരി തന്നെ. അപ്പോൾ ഈ മൈനസ് ഉള്ളിലേക്ക് കയറ്റുന്നത് ഇത് മൈനസ് 6x, പിന്നെ ഈ സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്ന എടുപ്പ് ഇതാ 4x മൈനസ് 2x, അപ്പോൾ സൈൻ 2x. അപ്പോൾ ഇത് മൈനസ് സൈൻ 2x ആണ്. ഇത് എന്താണ് നമ്മളെ മൈനസ് ഉള്ളിലേക്ക് കയറ്റുന്നത്, ഇത് മൈനസിന് മൈനസ് പ്ലസ് ആയി സൈൻ 2x. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല, ഇനി ഇത് എളുപ്പത്തിൽ ഇൻ്റഗ്രലായിട്ട് മാറില്ല. ഇത് ഓരോന്നും എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ ഓരോന്നിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ ഇൻ്റഗ്രൽ സൈൻ 4x എന്ന് പറയുമ്പോൾ മൈനസ് കോസ് 4x, പിന്നെ എന്ത് ചെയ്യണം നമ്മൾ കഴിഞ്ഞ കോഴ്സിൽ ചെയ്ത പോലെ എന്താണ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4x 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൈനസ് എന്താണ് ഈ പറഞ്ഞ സൈൻ 6x ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് 6x, എന്തായാലും മൈനസ് ക്യാൻസൽ ആയിട്ട് ഇവിടെ ഒരു പ്ലസ് വരും. പിന്നെ 6ൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ട് അതിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ പ്ലസ് നമ്മൾ സൈൻ 2x എന്ന് പറയുമ്പോൾ മൈനസ് 2 കോസ് x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം പ്ലസ് സി. ഇതിനി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, 1/4 എന്നതിൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതായാലും ഇത് മൈനസ് കോസ് 4x എന്താണ് ഡിവൈഡ് ബൈ 16 4 × 4 16 പ്ലസ് ഈ മൈനസും പ്ലസ് ആയി. അപ്പോൾ പ്ലസ് കോസ് 6x ഡിവൈഡ് ബൈ 4 × 6 എന്ന് പറയുന്നത് 24 എന്നാണ്. ഇവിടെ ഒരു എന്തായാലും മൈനസ് ഇവിടെ കയറിയിട്ട് ഇത് മൈനസ് ആയിക്കോളും. പിന്നെ 1/4 ഇൻറ്റു ഇവിടെ എന്താണ് 4 × 2 എന്ന് പറയുന്നത് 8. അപ്പോൾ മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 8 പ്ലസ് സി. ഇതായിരിക്കും ക്വസ്റ്റിന് ആൻസർ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുക ഭയങ്കര ടഫായിട്ടൊന്നുമില്ല, പക്ഷേ ഈ ട്രിഗ്നോമെട്രീൻ്റെ ഇത് എന്താണ് വളരെ ഈ ടെക്സ്റ്റ് ബുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ +1 നീല ടെക്സ്റ്റ് ബുക്ക് എത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഈ ടെക്സ്റ്റ് ബുക്കിന് ഉള്ളിലുള്ള ഫോർമുലൈസ് ചെയ്ത്, അപ്പോൾ അത്രയും നമ്മൾ ആ പറയുന്ന ഫോർമുലൈസിൽ റിവൈസ് ചെയ്തതിന് മാത്രമേ ഇങ്ങനത്തെ എല്ലാം ക്വസ്റ്റ്യൻസ് വന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയും ഇത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ A++ ക്വസ്റ്റ്യൻ, ഇതൊരു മണ്ണാൻ കിട്ടില്ല, ഇത് വളരെ എളുപ്പമില്ല ക്വസ്റ്റ്യൻ. പക്ഷേങ്കിൽ എന്താണ് ഈ ഫോർമുല നമുക്ക് അറിയില്ലെങ്കിൽ ഇവിടെ ഈ ഫോർമുല അറിയണം, പിന്നെ ഈ ഫോർമുല അറിയണം. അപ്പോൾ ഇതൊന്നും അറിയില്ലെങ്കിൽ 4 ഫോർമുല അറിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ആവില്ല. ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഇൻ്റഗ്രൽസിൻ്റെ സൗന്ദര്യം കൂടിയത്. നമ്മളെ വേറെ പല ചാപ്റ്റേഴ്സും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാഠം. ഈ റിലേഷൻ ഫംഗ്ഷൻ ആയിക്കോട്ടെ, ട്രിഗ്നോമെട്രി ആയിക്കോട്ടെ, പല ചാപ്റ്റേഴ്സും ഡെറിവേറ്റീവ്സ് ആയിക്കോട്ടെ, അതെല്ലാം ഇതിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ പറയുന്ന ട്രിഗ്നോമെട്രി കാര്യം പറയില്ല, ട്രിഗ്നോമെട്രി +1 +2 ട്രിഗ്നോമെട്രി അറിയില്ലെങ്കിൽ ഇൻ്റഗ്രൽസിനെ മറന്നാൾ, അത് പിന്നെ ആ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഒരു ഇതിൽ ഞാൻ എന്താ പറയുക 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചു, പക്ഷേ ഇനി ടൈമില്ല. ഇതെല്ലാം ഇനി നമുക്ക് എന്ത് ചെയ്യുക, അടുത്തൊരു പാർട്ടിൽ ഇനി കാണാം.